പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിത് കേൾക്കണം. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഈ റോഡ് പണി മാന്തും മൂടും ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളത്തിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജല അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചോദിക്കുമ്പോൾ അവർ ഇതിൻ്റെ പണിയാണ്, വെള്ളം വരത്തില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ന്യായങ്ങളായിരുന്നു. പക്ഷേ ഇതിന് നമുക്ക് 143 രൂപ ഫിക്സഡ് ചാർജ് കൃത്യമായിട്ട് അടയ്ക്കുകയും വേണം നമ്മൾ. അതിനൊരു മുടക്കമില്ല, വെള്ളം വന്നാലില്ലെങ്കിലും ഈ ചാർജ് നമ്മൾ അടയ്ക്കണം. ഞാൻ അങ്ങനെ അത് പോയി ചോദ്യം ചെയ്ത് മാത്രമല്ല, ഇവിടെ വെള്ളത്തിന് നമ്മുടെ മീറ്റർ റീഡിങ് എടുക്കാൻ വരുന്ന ഒരു ലേഡി ഉണ്ട്. അവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റി അവരുടെ ഉപ്പാപ്പൻ്റെ വകയാണെന്നുള്ള രീതിയിലാണ് വരും. നമ്മൾ മാഡത്തിന് ഗേറ്റ് തുറന്നു കൊടുക്കണം, മറ്റേ മീറ്റർ റീഡിങ്ങിൻ്റെ ബോക്സ് പൊക്കി കൊടുക്കണം, മാഡം എഴുതി അത് തന്നിട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ വെള്ളം വരുന്നില്ല, ഇത് നമ്മൾ ആരോടെ പരാതി തരണമെന്ന് അതിൻ്റെ പുറകെ നമ്പർ ഉണ്ട്, വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞിട്ട് അവർ പോയി. ഞാനിത് അത്യാവശ്യം പ്രശ്നമാക്കി. അപ്പോൾ ഇതുപോലെ ഫിക്സഡ് ചാർജ് വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടച്ചേ പറ്റുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തു. വെള്ളം വന്നു. ഫൈനലി വെള്ളം വന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രശ്നം. ഞാൻ താമസിക്കുന്നത് ചാത്തന്നൂർ KCB ഓഫീസിന് അടുത്തായിട്ടാണ്. ഇവിടെ വല്ലപ്പോഴും ഒക്കെ കറണ്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ എൻ്റെ വീടിന് കുറച്ച് മുമ്പിലായിട്ട് ഒരു 100 മീറ്റർ ഇല്ല അത്ര അടുത്തായിട്ടൊരു പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു ഇവർ. അപ്പോൾ വല്ലപ്പോഴും കറണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത്, പൊക്കോണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വല്ലപ്പോഴേ കറണ്ട് വരത്തുള്ളൂ. അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. നേരത്തെ രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരമെങ്കിലും കറണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം രാവിലെയും കറണ്ടില്ല, രാത്രിയും കറണ്ടില്ല. കറണ്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആദ്യം ഇതുകൊണ്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് കറണ്ട് ആദ്യത്തെ ഫിക്സ് ചെയ്ത ദിവസം ഇതിനകത്തുനിന്ന് സ്പാർക്കൊക്കെ ഉണ്ടായി. ഞങ്ങൾ KCB വിളിച്ചു പറഞ്ഞു. അവർ അത് കുഴപ്പമില്ല, അത് ഓവർലോഡ് അതിൻ്റെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് കറണ്ട് ഇല്ല, വരും പോകും ഇത് തന്നെ. പിന്നെ ഒരു പൊക്കം അങ്ങ് പോകും, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരും. അങ്ങനെ കറണ്ട് വന്നും പോയിരിക്കുന്നു. ഈ ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്തെല്ലാം സെറ്റായി ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ട്രാൻസ്ഫോമർ ഇളക്കി മാറ്റി വെച്ചിട്ട് വേറെ ട്രാൻസ്ഫോമർ പതയിലോട്ട് വെക്കുന്നു. അതാണ്ട് വീണ്ടും എല്ലാം അഴിച്ചിട്ട് കറണ്ടില്ല. ഈ ട്രാൻസ്ഫോമർ ഫിക്സ് ചെയ്ത് അന്ന് മുതൽ നേരത്തെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കറണ്ട് പോകത്തുള്ളായിരുന്നു. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കറണ്ട് വരത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ്. കറണ്ടിൻ്റെ കാര്യം പോട്ട്, കറണ്ട് തരുന്നില്ല. ഓക്കെ, നമുക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത പോലെ വണ്ടികൾ, അവരുടെ കുറേ സ്കൂട്ടറുകൾ റോഡിൽ ക്രോസ് ചെയ്ത് വെക്കുക. പിന്നെ ഈ പിക്കപ്പ് പോലത്തെ വണ്ടി ഉണ്ട്. അതായത് നമ്മൾ ബൈക്കിൽ പോവുകയാണെങ്കിൽ ഓരത്തോടെ ഇറങ്ങിയാൽ പോവാം, കാറിൽ പോകുന്നൊരുത്തം പോകാൻ പറ്റില്ല. അന്ന് നമ്മൾ ഹോൺ അടിച്ചാലോ സംസാരിച്ചാലും ഇവർ മാറ്റില്ല. ഇതിങ്ങനെ മറ്റേ എന്തിനാ റോബോട്ട് നിൽക്കുന്ന ഒരു നിപ്പങ്ങ് നിൽക്കും. അവിടെ നിങ്ങൾ കറണ്ട് തരണ്ട, നിങ്ങൾ സഹായിക്കണ്ട, ദയവ് ചെയ്തൊന്ന് ഉപദ്രവിക്കാതെ വിട്. ഈ കറണ്ട് പോകുന്ന സമയത്ത് KCB ടീമുകളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ എങ്ങനെയാണ് ഈ കറണ്ട് പോകുന്നവരുടെ മാറ്റി വെക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കറണ്ട് പോകുന്ന സമയത്ത് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു വകുപ്പ് അറിയാമെങ്കിൽ എനിക്ക് ദയവ് ചെയ്ത് പറഞ്ഞു തരണം. ഈ വിളിച്ചിനി നല്ലത് പറയണം. ഇവിടെ ഒരു സമയത്ത് ഇപ്പോൾ കറണ്ടില്ല, രാവിലെയും കറണ്ടില്ല, രാത്രിയും കറണ്ടില്ല. അതൊരു പാർട്ട് നമ്മുടെ ഗതാഗതവും തടസ്സപ്പെടുത്തുന്നു. ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം ഉപദ്രവിക്കുവന്മാർ. ഇത് ആദ്യം ഒരു ട്രാൻസ്ഫോമർ വെക്കുന്നു, പിന്നെ ഇത് മാറ്റി അടുത്തത് വെക്കുന്നു, ഇനി ഇതെല്ലാം കൂടി ഇവന്മാർ കുഴിച്ചു മൂടുന്നു. എന്തൊക്കെയാണോ കാണിക്കുന്നത്? ഇത് എന്നാൽ ഇവന്മാരോട് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ മാറുമോ? ഈ മറ്റേ ഇതുണ്ടല്ലോ, അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കത്തില്ലേ, അമ്മാതിരി നിപ്പങ്ങ് നിൽക്കും. ഹോൺ അടിച്ചാലും മാറത്തില്ല, നമ്മളിറങ്ങി മാറ്റം പറഞ്ഞാലും വെയിറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഒരു തരത്തിൽ സഹിക്കാൻ പറ്റത്തില്ല. മരുമര് സഹായിച്ചില്ലെങ്കിലും, ഇത് KCBയിൽ എൻ്റെ ആശാമാരെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ട, ഒരു പ്രശ്നമില്ല, ഉപദ്രവിക്കാതൊന്ന് വിട്ടാൽ മതി. കറണ്ട് തന്നില്ലെങ്കിൽ വേണ്ട, വഴിയെങ്കിലും ഒന്നാ. ഞാൻ ഈ കാർ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി ഞാൻ ഒന്ന് പ്രകൃതിയെങ്കിലും ആസ്വദിച്ചോളാം. ഇതിനകത്ത് ചാർജറുണ്ട്, ഞാൻ കുത്തി യൂസ് ചെയ്തോളാം. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങാനും സമ്മതിക്കത്തില്ല, നീ ഒന്നും കറണ്ടും തരത്തില്ല. ഇത് ആരോടെ പരാതി പറയണ്ടേ? അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണത്തില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എപ്പോഴും താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ മറ്റേ ബിസി ആണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു തരത്തിൽ താങ്ങാൻ പറ്റത്തില്ല. ഇമാതിരി ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ അത് ഈ വാട്ടർ അതോറിറ്റിയും KCB ഉള്ളൂ. ഞാൻ എല്ലാവരും അല്ല കേട്ടോ പറയുന്നത്, എല്ലായിടത്തും അല്ല പറയുന്നത്. ഇവിടുത്തെ ടീംസ് പക്ക
ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പുനലൂരായിരുന്നു, ഒരു സീനുമില്ലായിരുന്നു, ക്ലീൻ ആയിരുന്നു അവിടെ കറണ്ട് പോവുകയൊക്കെ ചെയ്യും, പക്ഷേ വിളിച്ചു പറഞ്ഞാൽ പരിപാടി നടക്കും. ഇവിടെ വിളിച്ചു പറഞ്ഞാലും നടക്കത്തില്ല, ഇവിടെയുള്ള ടീംസിനോട് മാറാൻ പറഞ്ഞാലും മാറത്തില്ല. മറ്റേ ചെല്ലു പറയല്ല, റോഡ് എൻ്റെ അപ്പൻ്റെ വകയാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇവന്മാർ നിൽക്കുന്നത്. ഒരു തരത്തിൽ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഈ കറണ്ട് പോകുന്ന സമയത്ത് KCBക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ദയവായി ചെയ്ത് എനിക്ക് പറഞ്ഞു തരിക. വിളിച്ചാൽ കിട്ടില്ല, അല്ലാതെ എന്തെങ്കിലും മാർഗം.